ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യം മദീനയെ ലക്ഷ്യം വെച്ച് രാവിലെ 7 മണിക്ക് ബത്തയിൽ ഖുദ്സ് ട്രാവൽസിൻ്റെ ബസ്സിലാണ് ഞങ്ങൾ പുറപ്പെട്ടത്. റിയാദ് വിട്ട് 10 മിനിറ്റിന് ശേഷം ഇതുപോലെ റോഡിൻ്റെ 2 സൈഡിലുമായി ഇതുപോലെ തന്നെയാണ് മരുഭൂമിയും, ചിലയിടങ്ങളിൽ ഒട്ടകങ്ങളും ആടുകളും, അതുപോലെ കടൽ പോലെ കിടക്കുന്ന മലകളും. ഇത് മദീന എത്തുന്നതുവരെ ഇതുപോലെ തന്നെയാണ്. ഏകദേശം 850 കിലോമീറ്ററാണ് റിയാദിൽ നിന്നും മദീനയിലേക്ക്. ഞങ്ങൾ മദീനയിൽ എത്തിയത് ഇശാ നിസ്കാര സമയം രാത്രി 8 മണിക്കാണ്. ആദ്യം ഞങ്ങൾ സന്ദർശിച്ചത് മദീനയിലെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ അഥവാ 2 ഖിബ്ലയുള്ള പള്ളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലങ്ങളിൽ നിസ്കരിച്ചിരുന്നത് ആദ്യത്തെ ഖിബ്ലയായ ഫലസ്തീനിലെ അക്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു. രണ്ടാമത്തെ ഖിബ്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഖിബ്ല. ഇത് രണ്ടും ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചതുകൊണ്ട്, രണ്ടിലേക്കും തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചതുകൊണ്ട് മസ്ജിദുൽ ഖിബ്ലത്തൈൻ അഥവാ 2 ഖിബ്ലയുള്ള പള്ളി എന്ന് അറിയപ്പെട്ടു. രണ്ടാമത് ഞങ്ങൾ സന്ദർശിച്ചത് മസ്ജിദുൽ ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഫ്മുട്ടിയും മനോഹരമായ ഗാനമാലപിച്ചും സ്വീകരിച്ചു. ഖുബായിലുള്ള ബനു അംറുബ്നു ഔഫ് ഗോത്രത്തിൽപ്പെട്ട ഇമ്രുഉൽ ഖൈസിന്റെ മകന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി. വീട്ടിന്റെ മുറ്റത്ത് അവരുടെ കാരക്ക ഉണക്കുന്ന ഒരു തരിശു ഭൂമി സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൊടുത്ത് വാങ്ങി. അവിടെ ഒരു പള്ളി പണിതു. അതാണ് മസ്ജിദുൽ ഖുബ എന്ന പേരിൽ പ്രസിദ്ധമായത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബ്ലയുള്ള പള്ളി. ഇതിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ മിമ്പർ കാണുന്നതാണ് മക്കയിലേക്കുള്ള കഅബയിലേക്കുള്ള ഖിബ്ല. ഇതിൻ്റെ പിറകു വശത്താണ് മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുള്ള ഖിബ്ലയും. രണ്ടും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മസ്ജിദുൽ ഖുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർമ്മാണശേഷം പലതവണ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനമായി 1986 ഫഹദ് രാജാവ് പുതുക്കി പണിത പള്ളിയാണ് ഇപ്പോഴുള്ളത്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഖിബ്ലയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് ഉള്ള ഖിബ്ല. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത്.
ഫാനുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ ചൂടുള്ള സമയത്ത്, ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ, സൗദി അറേബ്യയുടെ ചൂടുള്ള സമയത്ത് വളരെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇതുപോലത്തെ തണുപ്പ് കാറ്റടിക്കുന്ന നല്ലൊരു ഫാൻ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്തടുത്തായിട്ട് എല്ലായിടത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രാർത്ഥന മദീനത്തെ മണ്ണിനലങ്കാരം, മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം, മലർവാണി പൂക്കൾ കാരംഭം, മധുചിന്തും മധുരിത പൂന്താരം. മദീന യാത്രയെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് എന്തായാലും അറിയിക്കണം. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്